ഡിങ്കലാല എന്ന മഹോത്സവത്തിലേക്കാണ് നിങ്ങളെ എല്ലാവരും ക്ഷണിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ജന്മനാ ഡിങ്കോയിസ്റ്റുകളാണ്. കാരണം എല്ലാവരും ജനിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന 2 പല്ല് ഫ്രണ്ടിൽ ആയതുകൊണ്ട് അത് തേങ്ങ ഇറങ്ങാനും കപ്പ ഇറങ്ങാനുള്ള പല്ലുകളാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ജന്മനാ ഡിങ്കോയിസ്റ്റുകളാണ്. പിന്നീടാണ് പല വഴിയിലേക്ക് പലരും തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാ ഡിങ്കോയിസ്റ്റുകൾക്കും ഉള്ളൊരു പ്രധാന ദിവസമാണ് ഡിങ്ക പൂർണിമ. ഈ വർഷത്തെ അവസാനത്തെ പൗർണമിയാണെന്ന്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇപ്പോൾ രാഹുകാലമാണ്. ഇത് 13-ാം തീയതിയാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നു. വിശിഷ്ട ദിവസമാണ് 13-ാം തീയതി ചൊവ്വാഴ്ച രാഹുകാലം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഡിങ്ക പൂർണിമ നേരത്തിലാണ് ഡിങ്കലാല എന്ന പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഡിങ്കലാല ചെയ്യുന്നത് കപ്പ പുഴുങ്ങി ഡിങ്കനെ നേദിക്കുക എന്ന ഒരു അതിപുരാതനമായൊരു ചടങ്ങാണത്. അത് കൃഷി തുടങ്ങുന്ന കാലത്തിന് മുമ്പ് ചെയ്തിരുന്ന കപ്പ നട്ട് തുടങ്ങുന്നതിന് മുമ്പ് കപ്പ അത്രയും, അതായത് ആക്ച്വലി തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. അന്നൊന്നും വേവിച്ചിരുന്നില്ല. അന്നൊക്കെ കപ്പ ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ വന്ന് മാന്തി തിന്നായിരുന്നു പതിവ്. ഇപ്പം നമ്മളത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എല്ലാ ഡിങ്കോയ്സുകളും ഏംകാരമാണ്, ആദിശബ്ദമായ ഏംകാരം ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ഏംകാരം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ ശബ്ദമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം, ആദ്യത്തെ മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതാണ് ആദ്യത്തെ ശബ്ദം. തൊണ്ടയിൽ നിന്ന് ശബ്ദങ്ങൾ വരുമെന്ന് തിരിച്ചറിഞ്ഞ് അക്ഷരങ്ങളും വാക്കുകളൊക്കെ ഉണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ ഏംകാരമാണ് ആദ്യത്തെ. അപ്പോൾ ഏംകാരം ചൊല്ലിക്കൊണ്ട് നമുക്ക് എല്ലാ ഡിങ്കോയ്സുകളും ഒരുമിച്ച് നമുക്ക് ഏംകാരം 3 വട്ടം ഏംകാരം ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഏംകാരം ഏറ്റവും നന്നായി ചൊല്ലാൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കപ്പ തിന്നു കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് വരുന്നത് കപ്പ തിന്നു കഴിഞ്ഞാൽ. അതാണ് കപ്പ നമ്മൾ വിശുദ്ധ ഭക്ഷണമായിട്ട്. അപ്പോൾ അതെ, ഭക്ഷണം ഡിങ്കരയാണ്. അപ്പോൾ ഭക്ഷണമാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ളതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പങ്കിലക്കാടിൻ്റെ ദേശീയഗാനമായിട്ടുള്ള കപ്പപ്പാട്ട് പാടാറുണ്ട്. പങ്കിലക്കാടിൻ്റെ ദേശീയഗാനം പാടുന്ന എല്ലാ ഡിങ്കോയ്സുകളും ആ സമയത്ത് ഈ പങ്കിലക്കാടിൻ്റെ ദേശീയഗാനമായ കപ്പപ്പാട്ട് പാടുന്നതിന് മുമ്പ് ഹാൻഡ്സ് അപ്പ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരു തോക്കിന് മുന്നിൽ നിന്നാലെന്ന പോലെ എല്ലാവരും കൈ പൊക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആചാരം. എല്ലാവരും കൈപൊക്കുകയും അത് ബഹുമാനാർത്ഥമാണ്. നമ്മൾ ഈ പങ്കിലക്കാടിനോടും, അതായത് ആകാശത്തിലൂടെ പറക്കുന്ന ഡിങ്കിനെ കണ്ടിട്ട് ആളുകൾ പണ്ട് പാടിയിരുന്നതാണ് കപ്പപ്പാട്ട്. അപ്പോൾ ഇത് പാടുമ്പോൾ എല്ലാവരും കൈപൊക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും കൈപൊക്കിയാലാണ് നമുക്ക് ഈ പാട്ട് പാടാൻ പറ്റും. അപ്പോൾ ഹാൻഡ്സ് അപ്പ് പറയും. അപ്പോൾ എല്ലാവരും ഡിങ്കോയ്സുകളാണ്. അപ്പോൾ ഹാൻഡ്സ് അപ്പ്. അല്ല, എല്ലാവരും ഇരിക്കാനൊന്നും പറ്റില്ല. ഇരിക്കുന്നവരൊക്കെ സ്വർഗത്തിന് പുറത്താക്കുന്ന പറഞ്ഞു. കാലം തട്ടിപ്പോയാലും പക്ഷെ കൈ വെക്കണം. എല്ലാവരും കൈ വെക്കാനും പോകാൻ പറ്റും. ഞങ്ങളെല്ലാരും ഡിങ്കോയിസ്റ്റുകളാണ്. ഇങ്ങനെ ഇഷ്ടമാണോ? ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ ഇഷ്ടമാണ്. ഇങ്ങനെ ആചാരത്തിൽ പറ്റത്തില്ല. അല്ലാത്തവര് പൊക്കോട്ടെ. അടിച്ചേൽപ്പിക്കാൻ എല്ലാവരും അടിച്ചേൽപ്പിക്കാന്ന് പറ്റില്ല. അല്ല, അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്കൊരു ചർച്ചയിൽ ഡിങ്കോയിസത്തിന്റെ ഇടയിൽ നിന്ന് അടിച്ചേൽപ്പിക്കരുത്. ശബ്ദങ്ങൾ വന്നാൽ നമ്മൾ എതിർ ശബ്ദങ്ങൾ പറയുന്ന ആൾക്കാരുടെ അടിച്ചേൽപ്പിക്കരുത്. അത് അടിച്ചേൽപ്പിക്കുന്ന പോലെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പാടുമ്പോൾ കൈപ്പൊക്കെണ്ടാണ്. ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തോന്നൽ ഉണ്ടാവുന്ന നിങ്ങൾ ഡിഗ്രിവരുത്തരായതുകൊണ്ടാണ്. അല്ലല്ല, ഇത് ആചാരത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിന് പ്രസക്തിയില്ല.
ജട്ടി സ്വാതന്ത്ര്യത്തിന് കാര്യമില്ല, സ്വാതന്ത്ര്യമില്ല, ആചാരം അല്ലല്ല, നിങ്ങളുടെ ആചാരത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ആ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ? അതായത് പെട്ടെന്ന് സ്വാമി പറയുന്നത് സ്വാമി കൊള്ളുവില്ല. ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. ആരും ശബ്ദം ഉണ്ടാക്കരുത്. വിശുദ്ധ ബാലമംഗളം 8:17 വിശുദ്ധ ബാലമംഗലം 8:17 വിശുദ്ധനായ ഇങ്ങനെ പറയുന്നു, ഭക്തി ജട്ടി പോലെയാണ്, ഉണ്ടായാൽ മതി, അകത്ത് ഉണ്ടായാൽ മതി, പുറത്ത് കാണിക്കണമെന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്, പുറത്ത് കാണിക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളാരും നമ്മളെന്ത് ചെയ്യണം? അപ്പോ ഇഷ്ടമുള്ള അങ്ങനെ ജട്ടി പുറത്തിടൂ. വസ്ത്രധാരണം എന്താ ചട്ടി പുറത്തിടാണ്ട് ഇവിടെ ആരും പ്രവേശിക്കരുത്. അപ്പൊ അതാണ് പരിപാടി വേണ്ട, നമ്മൾ വേണ്ടെന്ന് വെച്ചു. കാരണം ഇത് അനാചാരമാണ്, ഇത് അനാചാരമാണ്. ശരിയാണ്, പറയുന്നത് ശരിയാണ്. അപ്പോ ഇതൊരു അനാചാരമായിരുന്നു. നമ്മൾ ഈ പരിപാടി വേണ്ട, അനാചാരമാണ്.